നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും കേരളത്തിലെ ഒരു അനിവാര്യമായൊരു രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്താശകലങ്ങൾ ഇടയ്ക്ക് വന്നിരുന്നു. ജോസഫ് സി വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം വിജയിൻ്റെ ടി.വിക്ക് കേരളത്തിൽ അതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും, അതിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, കേരളത്തിൽ MLA-മാരെ ലഭിക്കുമോ എന്നൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി കേരളത്തിൽ നിലനിൽക്കുന്നു. മറുഭാഗത്ത് ഏറ്റവും കൂടുതൽ വിജയുടെ ഫാൻസ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണെന്നാണ് ഒരു വയ്പ്. അതവിടെ നിൽക്കട്ടെ. മറുഭാഗത്ത് നമ്മുടെ കേന്ദ്രമന്ത്രി ആയ BJP-യിൽ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഈ വരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ മന്ത്രിയാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് BJP-യോടുള്ള താല്പര്യം കുറയുന്നു എന്നൊരു സംശയവും ഇപ്പോൾ പാർട്ടി സംസ്ഥാന ഘടകത്തിനുണ്ട്. എന്തായാലും എവിടെ ചെന്നാലും സിനിമാക്കാരെല്ലാം ഒരുമിച്ചാണെന്ന ഒരു ആപ്തവാക്യവുമുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ സുരേഷ് ഗോപി വിജയുടെ ടി.വിക്കുമായി കൈകോർക്കാൻ പോകുകയാണോ, തൃശ്ശൂരിൽ നിന്നും BJP-ക്കെതിരെ മറ്റൊരു മത്സരത്തിന് വേണ്ടി സുരേഷ് ഗോപി കോപ്പ് കൂട്ടുകയാണോ? ഇതൊക്കെ ഒരുപാട് ചില വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ചില വിവരങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമസ്കാരം പ്രശാന്ത്. നമസ്കാരം പ്രശാന്ത് ജി, നമുക്കൊന്ന് ചർച്ച ചെയ്യണം. കാരണം ഇതിൻ്റെ പോസിബിലിറ്റി, ഇത് ശരിക്കും റൂമറാണോ അതോ അതിനെന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? സുരേഷ് ഗോപി ആദ്യം അറിയേണ്ടത്, സുരേഷ് ഗോപി മന്ത്രിയെ തുടരുന്നതിൽ അതൃപ്തനാണോ, BJP-യിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തുടരുന്നതിൽ വിഷമമോ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഇതേക്കുറിച്ച് രണ്ട് തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഒന്ന്, സുരേഷ് ഗോപിക്ക് മന്ത്രിയായിട്ട് തുടരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതുപോലെ സിനിമയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അമിത്ഷായ്ക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു, അതിലൊരു തീരുമാനമായില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് സിനിമാഭിനയം നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ, സോഷ്യൽ വർക്കുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ളവർ തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു വശത്ത്. രണ്ടാമത്, സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് പ്രമുഖമായ വകുപ്പുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പെട്രോളിയം പോലെയുള്ള വകുപ്പുകളാണ്. അവിടെ സുരേഷ് ഗോപിയുടെ പെർഫോമൻസിൽ കേന്ദ്ര ക്യാബിനറ്റ് തൃപ്തരല്ല. നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ആൾക്കാരൊന്നും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറ്റം പറയാനൊന്നുമില്ല, പക്ഷെ അവർ വിചാരിച്ചതുപോലെ കേരളത്തിൽ സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ, BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിലാണ് ഏറ്റവും വലിയ തിരിച്ചടി BJP-ക്ക് കിട്ടിയത്. അവിടെ BJP 1-2 മണ്ഡലങ്ങളിലൊക്കെ ഏതാണ്ട് 2ാം സ്ഥാനത്തൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു മണലൂരോ അങ്ങനെ ഏതോ ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും ഗുരുവായൂർ മാത്രമാണ് 2ാം സ്ഥാനത്തും വന്നത്. എന്നിട്ടും അത് നിലനിർത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അതിൽ സുരേഷ് ഗോപി മാത്രമല്ല, BJP സംസ്ഥാന ഘടകവും ഒക്കെ അതിൽ ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ ഞെളിഞ്ഞു നടക്കുന്ന 3 സീറ്റ് കിട്ടി, ഞങ്ങളിവിടെ മലമറിച്ചു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന പല നേതാക്കളും അമിത്ഷായ്ക്ക് മുന്നിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. എ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതെ, എന്തുകൊണ്ട് കിട്ടിയില്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അത് രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ശരി, അഡ്വക്കേറ്റ് സുരേഷ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അവരതിന് ഉത്തരം പറയേണ്ടി വരും, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ സുരേഷ് ഗോപിക്ക് വലിയ നാണക്കേടായി. കാരണം സുരേഷ് ഗോപി വലിയ താല്പര്യമെടുത്താണ് പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചത്. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ വെറും, എനിക്ക് തോന്നുന്നു, പത്മജ വേണുഗോപാൽ 2ാം സ്ഥാനത്ത് വരികയും സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് വരികയും ചെയ്തു. അവർ തമ്മിൽ നേരിയ വ്യത്യാസം, 1000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. സുരേഷ് ഗോപിക്ക് 40,000-നടുത്ത് വോട്ട് കിട്ടി, പത്മജയ്ക്ക് 42,000-നടുത്ത് വോട്ട് കിട്ടി. എനിക്ക് തോന്നുന്നു 900 വോട്ടിന് എന്തോ ആണ് LDF അന്ന് ജയിച്ചതെന്ന് തോന്നുന്നു. ഞാൻ കൃത്യമായ കണക്ക് ഇപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും ചെറിയ മാർജിനാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇക്കുറി രാജൻ പല്ലൻ എന്ന് പറയുന്ന UDF-ൻ്റെ കോൺഗ്രസിൻ്റെ മുൻ മേയർ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. മാത്രമല്ല
അവിടെ 3-ാം സ്ഥാനത്ത് പോകും എന്ന് നമ്മൾ കരുതിയിരുന്ന, മാധ്യമങ്ങളൊക്കെ പൊതുവെ വിലയിരുത്തിയിരുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന CPIയുടെ സ്ഥാനാർത്ഥി 2-ാം സ്ഥാനത്ത് വരികയും പത്മജ വേണുഗോപാൽ അതിദയനീയമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അതായത് അവർക്ക് 30,000-ന് താഴെയാണ് വോട്ട് കിട്ടിയത്. സുരേഷ് ഗോപിക്ക് കിട്ടിയ 40,000 വോട്ടിൽ 10,000 വോട്ട് എവിടെ പോയി? ഈ ചോദ്യം കൂട്ടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ കുറയുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്കും കിട്ടിയ വലിയൊരു അടിയാണ്. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു വന്നതിന് ശേഷം തൃശ്ശൂരുകാരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു വ്യാഖ്യാനം പത്മജ വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തോൽവിയിൽ ലഭിച്ച വോട്ടുകളിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ MP മണ്ഡലത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പരാതി. അല്ല, MP മണ്ഡലത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും അവിടെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന അനീഷ് KK അനീഷ് കുമാർ, ആ അനീഷ് മത്സരിച്ചിട്ടും മെച്ചമൊന്നും ഉണ്ടായില്ല. അനീഷിനും ഈ പറഞ്ഞതുപോലെ A ക്ലാസ് മണ്ഡലത്തിൽ പെടുത്തി വലിയ രീതിയിൽ അവിടെ സാമ്പത്തികമൊക്കെ കൊടുത്തതാണ് BJP കേന്ദ്ര നേതൃത്വം. പക്ഷേ അനീഷിനും അവിടെ വിജയം എത്തിപ്പിടിക്കാനായില്ല. അപ്പോൾ തൃശ്ശൂരിൽ 2 സീറ്റെങ്കിലും BJP പ്രതീക്ഷിച്ചിരുന്നു. ആ 2 സീറ്റും കിട്ടിയില്ലെന്ന് മാത്രമല്ല വലിയ രീതിയിൽ പുറകിലേക്ക് പോയി. പ്രധാനമന്ത്രി വരികയും ചെയ്തതാണ്. ഇനി അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സുരേഷ് ഗോപി ഇനി തൃശ്ശൂരിൽ മത്സരിക്കില്ല എന്നൊരു പ്രതീതി സുരേഷ് ഗോപി തന്നെ ഉണ്ടാക്കി കൊടുത്തു. നമ്മളത് ഒരു വലിയ വിവാദമായതാണ്. അതായത് സുരേഷ് ഗോപിക്ക് എങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശാസ്താമംഗലത്തെ തൻ്റെ വീട്ടിൽ വോട്ട് തിരികെ കിട്ടി എന്നാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും. കാരണം തൃശ്ശൂർ അദ്ദേഹം ഒരു വീടെടുത്ത് അവിടെ താമസിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ആയിരുന്നു അദ്ദേഹത്തിന് വോട്ട്. അപ്പോൾ ആ വോട്ട് വരെ അദ്ദേഹം അവിടെ നിന്നും രായ്ക്ക് രാമാനം തലസ്ഥാനത്തേക്ക് പഴയതുപോലെ കൊണ്ടുവന്നപ്പോൾ തൃശ്ശൂരുകാര് അവർക്ക് നേരെയുള്ള ഒരു നന്ദികേടായിട്ടാണ് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതാ MP തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് അദ്ദേഹം വലിയ കാര്യമായ ഒരു വലിയ മലമറിക്കലൊന്നും എങ്കിലും വോട്ട് അവിടെ നിർത്താമായിരുന്നു. MP അവിടുത്തെ തൃശ്ശൂരിന്റെ വോട്ടറല്ല, പക്ഷേ തിരുവനന്തപുരത്തിന്റെ വോട്ടറാണ്. അപ്പോൾ ഇതൊക്കെ ഈ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെയല്ല, സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. നിങ്ങൾക്ക് ആരുടെയും കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല. ഈ വെള്ളിത്തിരയിലെ മിന്നുന്ന പ്രകടനമൊക്കെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അപ്പോൾ ഇതൊക്കെ ഒരു വിഷയമാണ്. ഇനി മറ്റൊന്ന്, അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ ഒരു അതൃപ്തി കേന്ദ്രത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ റിസൾട്ടിൽ നിന്ന് അവർ വായിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സുരേഷ് ഗോപിയോട് അതേക്കുറിച്ച് നേരിട്ട് സംസാരിച്ചു എന്ന് പോലും ചില വാർത്തകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി മന്ത്രിപദം ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്നൊരു അങ്ങനെ വന്നാൽ ഈ MP സ്ഥാനം രാജിവെക്കാൻ ഒരു തീരുമാനവും സുരേഷ് ഗോപി അതിലേക്ക് വരാം. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തമിഴ്നാട്ടിൽ വിജയിച്ചു വരികയും തമിഴ് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരികയും ചെയ്തു. അന്ന് സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തി. തമിഴ് വെട്രി കഴകം കേരളത്തിലേക്ക് വന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അവർക്കെന്താ പ്രവർത്തിച്ചുകൂടെ? അല്ല, അത് എന്ത് വേണേ ആയിക്കോട്ടെ. പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു. ഇതത്ര ഒരു എന്താ പറയുക, BJPക്ക് സുഖകരമായി പ്രസ്താവന അല്ലെന്ന് മാത്രമല്ല, ഇതത്ര നിഷ്കളങ്കമാണെന്നും BJP കരുതുന്നില്ല. കേന്ദ്ര നേതൃത്വം അവരിതൊക്കെ വളരെ ഒരു സ്വാഭാവിക പ്രതികരണമാണെന്നോ, അല്ലെങ്കിൽ വിജയിനെ പോലെ ഒരാൾ ഇവിടെ വന്ന് ഇപ്പം സാധാരണ നിലയ്ക്ക് ഇപ്പോൾ പിണറായി വിജയനോട് ചോദിക്കുകയാണ്, വിജയ് ഇവിടെ വന്ന് പാർട്ടി ഉണ്ടാക്കിയാൽ എന്താണ്? അപ്പോൾ പിണറായി വിജയൻ അന്നെന്താ വരട്ടെ, എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇതങ്ങനെയല്ല. സുരേഷ് ഗോപിയുടെ ഒരു ആരും ചോദിക്കാതെയുള്ള ഒരു പ്രസ്താവനയായിരുന്നു. ആരെങ്കിലും ചോദിച്ചിട്ടല്ല അദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. അതായത് വിജയിനെ പോലൊരാൾ തമിഴ് വെട്രി കഴകം കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കട്ടെ, നല്ലതാണ് എന്ന മട്ടിലുള്ള ഒരു പ്രസ്താവന.
അപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ഇത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇനിയിപ്പോൾ BJP വിട്ടു പോയി എന്നിരിക്കട്ടെ, ഇന്നത്തെ നിലയ്ക്ക് തൃശ്ശൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് തമിഴ് വെട്രി കഴകത്തിൻ്റെ സഖ്യകക്ഷികളാണ് കോൺഗ്രസും CPIM-ഉം മുസ്ലിം ലീഗും അല്ലേ തമിഴ്നാട്ടിൽ. അപ്പോൾ തമിഴ് വെട്രി കഴകം ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം പിന്തുണയ്ക്കുമോ ഇല്ലയോ? ഇവർക്ക് വലിയ കോൺഗ്രസിനും വോട്ടുണ്ട്, CPIM-നും വോട്ടുണ്ട്, മുസ്ലിം ലീഗിനും വോട്ടുണ്ട് തൃശ്ശൂരിൽ. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് BJP-യെ അവിടെ പൊട്ടിക്കാൻ ഇവർ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു പൊതുവായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് BJP-ക്ക് കനത്ത വെല്ലുവിളിയാണ്. അവിടെ മത്സരം BJP-യും TVK നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി. ഇനി അത് ഈ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായാലോ TVK-യുടെ? ഈ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു 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 സാഹചര്യം, ഒരു സാധ്യത അവിടെ ഉള്ളതായിട്ട് BJP കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. അവരിത് വളരെ ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ BJP നേതാക്കൾ ഇതിനെക്കുറിച്ചൊക്കെ എത്ര അവയർനെസ് അവർക്കുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നു. അവർ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ അങ്ങനെയുള്ള ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ, അങ്ങനെ ഒരു TVK പോലൊരു പാർട്ടിയുടെ വരവ് കേരളത്തിലേക്ക് ഉണ്ടാകുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ഞാൻ പറയുന്നത് നാളെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നല്ല, ഇങ്ങനെ ഒരു രാഷ്ട്രീയ അട്ടിമറി തൃശ്ശൂരിൽ സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട്. ആ സാധ്യത എഴുതിത്തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ പ്രസ്താവന അതിന് അടിവരയിടുന്നു. ഈ പറഞ്ഞ പോലെ TVK-യുടെ വരവ് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് അത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു പ്രസ്താവന അവിടെ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സുരേഷ് ഗോപി വെൽ പ്രിപ്പയർഡ് ആണ്. സുരേഷ് ഗോപി നല്ലവണ്ണം രാഷ്ട്രീയം അറിയുന്ന ആളാണ്, രാഷ്ട്രീയ കരുക്കൾ നീക്കാൻ അറിയുന്ന ആളാണ്, നല്ലൊരു അഭ്യാസിയാണ് രാഷ്ട്രീയത്തിൽ. ഇത്തവണ ചരിത്രത്തിലാദ്യമായിട്ട് തൃശ്ശൂർ UDF-ന്റെയും LDF-ന്റെയും കയ്യിൽ നിന്നും വിട്ടുപോയി. അത് BJP പിടിച്ചെടുത്തപ്പോൾ അടുത്ത തവണ അത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ LDF-ഉം UDF-ഉം ശ്രമിക്കുന്നുണ്ട്. എങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട്? പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ഇപ്പോൾ 2 വർഷം തികയുന്നു. ഈ 2 വർഷം MP എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചോ? അത് വിജയിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടിയാണ് BJP-ക്ക് അവിടെ കിട്ടിയത്. അത് നിസ്സാര കാര്യമല്ല. അതിൽ MP-ക്കും തീർച്ചയായിട്ടും മന്ത്രിയായിരിക്കുന്ന MP-ക്ക് അതിലൊരു പങ്കുണ്ട്. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. അതിന് സമാധാനം പറയേണ്ടിയിരിക്കുന്നു. അത് പറയാതെ അദ്ദേഹം മറ്റെന്തെങ്കിലും ഒരു അഭ്യാസം കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും ഒരു ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും തൃശ്ശൂരിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘം, അത് പെയ്തൊഴിഞ്ഞു പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷേ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല. കാർമേഘം പെയ്തൊഴിഞ്ഞു പോയാലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ കാർമേഘം ഇനിയും 3 വർഷമുണ്ട്. ഈ 3 വർഷം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് തൃശ്ശൂരിൽ വീണ്ടും ആ പഴയ 2024 ഉണ്ടായ ആ മുന്നേറ്റം വീണ്ടും തൃശ്ശൂരിൽ BJP-ക്ക് കാഴ്ചവെക്കാൻ കഴിയും. അതിനെക്കുറിച്ച് BJP ചിന്തിക്കട്ടെ. പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ള സാധ്യത തൃശ്ശൂരിൽ തള്ളിക്കളയാൻ. തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഇടത് തേരോട്ടം ഉണ്ടായിരുന്നു. മറ്റൊരു ജില്ലയിലും ഉണ്ടായില്ലെങ്കിലും തൃശ്ശൂരിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കണം. പക്ഷേ തൃശ്ശൂരിലും UDF-ന് തന്നെയാണ് മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ മിക്കയിടത്തും തൃശ്ശൂർ ജില്ലയിലെ കഥ പറഞ്ഞാൽ തൃശ്ശൂരിൽ ഇത് പറഞ്ഞു. ചേലക്കരയിൽ BJP കഴിഞ്ഞ തവണ തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ഒരു പ്രദേശമാണ്, മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണത്തേനേക്കാളും BJP-ക്ക് വോട്ട് കൂടി ഇത്തവണ. അപ്പോൾ BJP-യെ ആണോ അവിടുത്തെ വിഷയം, MP ആണോ വിഷയം,
അതോ ഈ എം പിയും മണ്ഡലവും തമ്മിലുള്ള ബന്ധമാണോ വിഷയം? അത് സംസ്ഥാന നേതൃത്വം ഒന്ന് പഠിക്കണം. സംസ്ഥാന നേതൃത്വം, BJPയുടെ സംസ്ഥാന നേതൃത്വം പരിശോധിക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. എന്തായാലും ഈ TVKയുടെ വരവ് തൃശ്ശൂർ വഴിയായിരിക്കുമോ എന്ന ചോദ്യം, കേരളത്തിലേക്കുള്ള വരവ് തൃശ്ശൂർ വഴിയായിരിക്കുമോ എന്നൊരു ചോദ്യം വളരെ ശക്തമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്നുണ്ട്. നല്ല നമസ്കാരം.